നമസ്കാരം. ഫിഫ്ത്ത് സെമസ്റ്ററിലെ BCAയുടെ ജാവ പ്രോഗ്രാമിംഗ് യൂസിങ് ലിനക്സ് എന്ന സബ്ജക്റ്റാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ജാവ പ്രോഗ്രാമിംഗ് യൂസിങ് ലിനക്സ്. ഫസ്റ്റ് മോഡ്യൂളിലെ ടോപ്പിക്കാണ് ടോക്കൺസ്. സോ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ടോക്കൺസ് വെച്ചിട്ടാണ് അല്ലേ? നമ്മൾ C++ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തൊക്കെ ടോക്കൺസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ടോക്കൺസ്. എന്താണ് ജാവ ടോക്കൺസ്? എന്താണ് ടോക്കൺസ്? ടോക്കൺസ് ആർ ബേസിക്കലി സ്മോളസ്റ്റ് എലമെൻറ്റ്. ടോക്കൺസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ബേസിക്കലി എ സ്മോളസ്റ്റ് എലമെൻറ്റ് that can be identified by a compiler. ടോക്കൺ എന്ന് പറയുന്നത് എന്താണ്? സ്മാളസ്റ്റ് എലമെൻ്റ് ആണ്. അതിനെ ആര് ഐഡൻറ്റിഫൈ ചെയ്യും? കമ്പൈലർ ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ജാവ എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സുകളും കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ടോക്കൺസ് വെച്ചിട്ടാണ്. ജാവ എക്സ്പ്രഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ടോക്കൺസ്. അതായത് ജാവ പ്രോഗ്രാമിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മേഡപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടോക്കൺസ്. സോ ഏതൊക്കെ ടോക്കൺസ് ആണ് നമുക്ക് നോക്കാം. സോ ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കൺസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് കീവേഡ്സ്, സെക്കൻഡ് വൺ ഐഡൻറ്റിഫയേഴ്സ്, തേർഡ് വൺ ലിറ്ററൽസ്, ഫോർത്ത് വൺ ഓപ്പറേറ്റേഴ്സ്, ഫിഫ്ത്ത് വൺ സെപ്പറേറ്റേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട ടോക്കൺസ്? കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, സെപ്പറേറ്റേഴ്സ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടോക്കൺസ്. അപ്പോൾ ടോക്കൺസ് എന്താണ്? ഇറ്റ്സ് എ ബേസിക്കലി സ്മോളസ്റ്റ് എലമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ എ കമ്പൈലർ. The Java expressions and statements can be constructed using tokens. So different types of tokens are keywords, identifiers, literals, operators and separators. സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കീവേഡ്സ്. എന്താണ് കീവേഡ്സ്? ഫസ്റ്റ് ടോക്കൺസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കീവേഡ്സ് ആണ് ഫസ്റ്റ് ടോക്കൺ ആണ് കീവേഡ്സ്. എന്താണ് കീവേഡ്സ്? Keywords are predefined or reserved words which have a special meaning. പ്രീഡിഫൈൻഡ് ആയിട്ട്, അതായത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ വേർഡ്സുകളാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത സ്ലൈഡിനകത്ത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, കീവേഡ്സുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കീവേഡ്സ് എന്ന് ചോദിച്ചാൽ ഇസ് എ പ്രീഡിഫൈൻഡ് ഓർ റിസർവ്ഡ് വേർഡ്സ്. അതുപോലെ ഈ കീവേഡ്സ് നമുക്ക് വേരിയബിൾസ് ആയിട്ടോ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. You cannot use keywords as variables or identifiers. അപ്പോൾ കീവേഡ്സ് എന്താണ്? പ്രീഡിഫൈൻഡ് ഓർ റിസർവ്ഡ് വേർഡ്സ് ആണ്. ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റിസർവ് ചെയ്തിരിക്കുന്ന കുറേ വേർഡ്സുകളാണ്. ഈ കീവേഡ്സുകളെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല? വേരിയബിൾസ് ആയിട്ടും ഐഡൻറ്റിഫയേഴ്സ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോക്കൺസിനകത്ത് ആദ്യത്തെ കാര്യം എന്താണ്? കീവേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ കീവേഡ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ റിസർവ്ഡ് വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് യു കനോട്ട് യൂസ് കീവേഡ്സ് ആസ് വേരിയബിൾസ് ഓർ ഐഡൻറ്റിഫയേഴ്സ്. സോ വേരിയബിൾസ് എന്താണെന്നുള്ളതും ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് വേരിയബിൾസ് എന്താണെന്ന്, ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെയും നമുക്ക് ഒന്നുകൂടി പഠിക്കാം. ഇത് പഠിക്കുമ്പോൾ ജാവ പഠിക്കുമ്പോൾ നമുക്ക് വേരിയബിൾസ് എന്താണ്, ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്നൊക്കെ നമുക്ക് പുറകെ പഠിക്കാം. അപ്പോൾ കീവേഡ്സ് എന്ന് വെച്ചാൽ ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയത്. എന്താണ്? പ്രീ ഡിഫൈൻ അല്ലെങ്കിൽ റിസർവ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ആണ് കീവേഡ്സ്. ഈ കീവേഡ്സിനെ വേരിയബിൾസ് ആയിട്ടും ഐഡൻറ്റിഫയേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ജാവ സപ്പോർട്ട്സ് വേരിയസ് കീവേഡ്സ്. സം ഓഫ് ദം ആർ ലിസ്റ്റഡ് ബിലോ. ജാവ കുറേ കീവേഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ കീവേഡ്സ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കണം. കീവേഡ്സ് എല്ലാം ഒന്ന് വായിച്ചു വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് ഓർത്താൽ മതി. നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി പഠിച്ച് കുറേ കീവേഡ്സുകളാണ്. അതോടൊപ്പം ഒരുപാട് ലാംഗ്വേജസിനും കീവേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ജാവ കീവേഡ്സുകളുമുണ്ട്. അപ്പോൾ ആ ജാവ കീവേഡ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ബൂളിയൻ, ഷോർട്ട്, ഫോർ, കേസ്, catch, final, interface, protected, this, byte, void, do, default,
finally, import, native, return, throw, char, int, switch, if, class, new, public, static, throws, double, long, break, else, abstract, instance of, package, super, transient, float, while, continue, try, extends, private, implements, synchronized, volatile. ഇത്രയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ്. ഈ കീവേഡ്സിനെ ഒന്നും നിങ്ങൾ വേരിയബിൾസ് ആയിട്ടോ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ടോ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതൊന്ന് വായിച്ച് വെച്ചേക്കണം. പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് വായിച്ച് വെച്ചേക്കണം. അപ്പോൾ ഇത്രയാണ് കീവേഡ്സുകൾ. അപ്പോൾ ടോക്കൺസിലെ ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് കീവേഡ്സ്. കീവേഡ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അടുത്ത ടോപ്പിക് ഐഡൻറ്റിഫയേഴ്സ്. എന്താണ് ഐഡൻറ്റിഫയേഴ്സ്? ഓക്കെ, ടോക്കൺസിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഐഡൻറ്റിഫയേഴ്സ്. സോ എന്താണ് ഐഡൻറ്റിഫയേഴ്സ്? ഐഡൻറ്റിഫയേഴ്സ് ആർ നെയിംസ് അസൈൻ ടു എ വേരിയബിൾ ബൈ ദ പ്രോഗ്രാമർ. അല്ലേ? അപ്പോൾ ഒരു വേരിയബിളിന് എങ്ങനെ പേര് കൊടുക്കാം എന്നുള്ളതാണ് ഐഡൻറ്റിഫയർ. ഓക്കെ, സോ ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് റൂൾസ് ഉണ്ട്. ദർ ആർ സം സർട്ടൺ റൂൾസ് ഫോർ ക്രിയേറ്റിംഗ് ഐഡൻറ്റിഫയേഴ്സ്. ഓക്കെ, കുറച്ച് റൂൾസ് ഉണ്ട് ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. കുറച്ച് റൂൾസ് ഉണ്ട്. ഒരു 5-6 റൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് നെയിമിംഗ് കൺവെൻഷൻസ് കൂടെ പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് റൂൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to Z. അതായത് ഒരു ഐഡൻറ്റിഫയറിനകത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാവാം A to Z. അടുത്ത റൂൾ എന്ന് പറയുന്നത് ലോവർ കേസ് ലെറ്റർ A to Z. ലോവർ കേസ് ലെറ്റർ ഉണ്ടാവാം. അടുത്തെന്ന് പറയുന്നത് ഡിജിറ്റ്സ് 0 to 9 എന്ന് പറഞ്ഞ ഡിജിറ്റ്സ് ഉണ്ടാവാം. ഓക്കെ, അതുപോലെ 2 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സച്ചസ് അണ്ടർസ്കോർ ആൻഡ് ഡോളർ സൈൻ. ഓക്കെ, അണ്ടർസ്കോറും ഡോളർ സൈൻ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സും ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണ്? A to Z ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ലോവർ ലെറ്റേഴ്സ് A to Z, ഡിജിറ്റ്സ് 0 to 9, അതുപോലെ 2 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അണ്ടർസ്കോറും ഡോളർ സൈൻ. അറിയാമല്ലോ, അണ്ടർസ്കോർ എന്ന് പറയുന്നത് ഇത്, ഡോളർ സൈൻ എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to Z, ലോവർ കേസ് ലെറ്റർ A to Z, ഡിജിറ്റ്സ് 0 to 9, then 2 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അണ്ടർസ്കോർ ആൻഡ് ഡോളർ സൈൻ. ഇതൊക്കെ ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അടുത്ത രണ്ടാമത്തേന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ. ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ലെറ്ററിൽ തുടങ്ങണം. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ. അല്ലേ? A to Z ലെറ്റർ ഉണ്ട്, സ്മാൾ A to Z ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും ലെറ്ററിൽ നമുക്ക് തുടങ്ങാം. അതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ. അടുത്ത മൂന്നാമത്തേന്ന് പറയുന്നത് ദേ മസ്റ്റ് നോട്ട് ബിഗിൻ വിത്ത് എ ഡിജിറ്റ്. ഓക്കെ, ഡിജിറ്റിൽ ആരംഭിക്കാൻ പാടില്ല. നമുക്ക് ഡിജിറ്റ് 0 to 9 ആണ് നമ്മുടെ ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 0 to 9 ആ ഡിജിറ്റിൽ ആരംഭിക്കാൻ പാടില്ല. അതാണ് മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് ബ്ലാങ്ക് സ്പേസസ് കനോട്ട് ബി യൂസ്ഡ്. ഓക്കെ, ഇപ്പോൾ 2 വേർഡുകൾ ഉണ്ടെങ്കിൽ ആ 2 വേർഡുകൾക്കിടയിൽ ബ്ലാങ്ക് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയാണ് ഈ 4 റൂളിന് പുറമെ 2 റൂളുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മളിപ്പോൾ ഐഡൻറ്റിഫയർ എന്താണ്? ഐഡൻറ്റിഫയേഴ്സ് ആർ നെയിം അസൈൻ ടു എ വേരിയബിൾ ബൈ ദ പ്രോഗ്രാമർ. ഓക്കെ, സർട്ടൺ റൂൾസ് ഫോർ ക്രിയേറ്റിംഗ് ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ് റൂൾസ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to Z, ലോവർ കേസ് ലെറ്റർ A to Z, ഡിജിറ്റ് 0 to 9 ആൻഡ് 2 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സച്ചസ് അണ്ടർസ്കോർ ആൻഡ് ഡോളർ സൈൻ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം? ലെറ്റർ ആയിരിക്കണം. ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരിക്കണം? ഫസ്റ്റ് ക്യാരക്ടർ ലെറ്റർ ആയിരിക്കണം. അടുത്ത മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഒരിക്കലും ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അടുത്ത നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് ബ്ലാങ്ക് സ്പേസസ് കനോട്ട് ബി യൂസ്ഡ്. ഓക്കെ, 2 വേർഡുകൾക്കിടയിൽ ബ്ലാങ്ക് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത റൂൾ നമുക്ക് നോക്കാം. കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ്. കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല ആസ് ആൻ ഐഡൻറ്റിഫയർ. ഓക്കെ, കീവേഡ്സ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. ആ കീവേഡ്സുകളൊന്നും ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണ് കീവേഡ്സ്? ഇഫ്, എൽസ്, ഡബിൾ, ഫ്ലോട്ട്, ഫൈനലി, ക്യാച്ച്,
ഡബിൾ, ഇതൊക്കെ കീവേഡ്സ് ആണ്. ഈ കീവേഡ്സിനെ ഒന്നും ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത ആറാമത്തെ റൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. വേരിയബിൾസ് നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. എന്താണ്? വേരിയബിൾസ് നെയിം എന്താവാൻ പാടില്ല? അതായത് വേരിയബിൾസ് നെയിം കേസ് സെൻസിറ്റീവ് ആണ്. വേരിയബിൾസ് നെയിം എന്താണ്? കേസ് സെൻസിറ്റീവ്. വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ. വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. അവിടെ തന്നെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. റോസ് ആൻഡ് റോസ് ആർ ഡിസ്റ്റിൻക്റ്റ് അല്ലേ? അതായത് രണ്ടും കാണുമ്പോൾ സെയിം ആണ്, പക്ഷേ ആദ്യത്തെ റോസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, രണ്ടാമത്തെ റോസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ ആർ ആണ്. ഓക്കെ, അത് രണ്ടും രണ്ടായിട്ടാണ് ജാവ കണക്കാക്കുന്നത്. അപ്പോൾ വേരിയബിൾസ് നെയിം എന്താണ്? കേസ് സെൻസിറ്റീവ് ആണ്. അതായത് റോസ് ആൻഡ് റോസ് ആർ ഡിസ്റ്റിൻക്റ്റ്, രണ്ടും രണ്ട് വേർഡായിട്ടാണ് ജാവ എടുക്കുന്നത്. അപ്പോൾ വേരിയബിൾസ് നെയിം എന്തായിരിക്കും? കേസ് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 6 റൂൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to Z, സ്മാൾ ലെറ്റേഴ്സ് A to Z, ഡിജിറ്റ്സ് 0 to 9, സ്റ്റാർട്ട് വിത്ത് അണ്ടർസ്കോറും ഡോളർ സൈനും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ലെറ്ററിൽ ആരംഭിക്കണം, ഡിജിറ്റ്സിൽ ആരംഭിക്കാൻ പാടില്ല, ബ്ലാങ്ക് സ്പേസസ് പാടില്ല, കീവേഡ്സ് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. വേരിയബിൾസ് നെയിംസ് എന്തായിരിക്കും? കേസ് സെൻസിറ്റീവ് ആയിരിക്കും. മനസ്സിലായല്ലോ? അടുത്തത് ജാവ കണ്ടെയ്ൻസ് സർട്ടേൺ നെയിമിംഗ് കൺവെൻഷൻസ്. ഓക്കെ, ജാവയ്ക്ക് എന്തുണ്ട്? കുറച്ച് സർട്ടേൺ കൺവെൻഷൻസ് ഉണ്ട്, നെയിമിംഗ് കൺവെൻഷൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ നെയിമിംഗ് കൺവെൻഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോർ ദാൻ വൺ വേരിയബിൾ ആർ യൂസ്ഡ് ഇൻ എ വേരിയബിൾ നെയിം, ദ സെക്കൻഡ് ആൻഡ് സബ്സിക്വൻറ്റ് വേർഡ്സ് ആർ സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റർ. ഓക്കെ, ആ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടൽ മാർക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫയർ. ഓക്കെ, അപ്പോൾ മോർ ദാൻ വൺ വേരിയബിൾസ് ആർ യൂസ്ഡ് ഇൻ എ വേരിയബിൾ നെയിം. ഓക്കെ, മോർ ദാൻ വൺ വേരിയബിൾസ് ആർ യൂസ്ഡ് ഇൻ എ വേരിയബിൾ നെയിം. ഓക്കെ, മോർ ദാൻ വൺ വേരിയബിൾ ആണല്ലോ. ടോട്ടൽ എന്ന് പറയുന്നൊരു വേരിയബിൾ, മാർക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ. അപ്പോൾ രണ്ട് വേരിയബിൾ ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കണം എഴുതുന്നത്? ദ സെക്കൻഡ് ആൻഡ് സബ്സിക്വൻറ്റ് വേർഡ്സ് ആർ സ്റ്റാർട്ട് വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റർ. ഓക്കെ, അതായത് ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മാർക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ വേർഡാണ്. ആ രണ്ടാമത്തെ വേർഡ് ആരംഭിക്കുന്നത് അപ്പർ കേസ് ലെറ്ററിലാണ്. ഇനി ടോട്ടൽ മാർക്സ് എന്താ? ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു 3 വേർഡാണെന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലെറ്റർ നമ്മൾ സ്മാൾ ലെറ്ററിൽ എഴുതി, പക്ഷേ രണ്ടാമത്തെ വേർഡ് വരുമ്പോൾ നമ്മൾ ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്റർ ആയിരിക്കണം. തേർഡ് വരുവാണെങ്കിൽ, സബ്സിക്വൻ്റ് ആയിട്ട് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മനസ്സിലായോ നെയിമിംഗ് കൺവെൻഷൻ? ഒന്നാമത്തെ നെയിമിംഗ് കൺവെൻഷൻ മനസ്സിലായല്ലോ. മോർ ദാൻ വൺ വേരിയബിൾസ് ആർ യൂസ്ഡ് ഇൻ എ വേരിയബിൾ നെയിം, ദ സെക്കൻഡ് ആൻഡ് സബ്സിക്വൻറ്റ് വേർഡ്സ് ആർ സ്റ്റാർട്ടഡ് വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റർ. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യത്തെ നെയിമിംഗ് കൺവെൻഷനായിട്ട് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത് all classes and interfaces start with a leading uppercase letter and each subsequent word with a leading uppercase letter. എല്ലാ ക്ലാസ്സസുകളും ഇൻ്റർഫേസസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പർ കേസ് ലെറ്ററിലായിരിക്കണം. അതുപോലെ ഓരോ സബ്സിക്വൻറ്റ് വേർഡ്സും അപ്പർ കേസ് ലെറ്ററിലായിരിക്കണം. ഓക്കെ, ക്ലാസ് എന്താണെന്നും ഇൻ്റർഫേസ് എന്താണെന്നും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ ക്ലാസ് ഇപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സും ഇൻ്റർഫേസും ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്റർ ആയിരിക്കണം. രണ്ടാമത് വരുന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും അല്ലെങ്കിൽ അപ്പർ കേസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയ എക്സാമ്പിൾ നോക്കിക്കോ. ഇവിടെ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണെന്നിരിക്കട്ടെ. അപ്പം എന്താ നമ്മൾ കൊടുത്തേ? ആദ്യത്തെ ലെറ്റർ, സ്റ്റുഡൻറ്റിൻ്റെ ആദ്യത്തെ ലെറ്ററായ എസ് നമ്മൾ അപ്പർ കേസിൽ കൊടുത്തു. അടുത്ത മോട്ടോർ സൈക്കിൾ, 2 വേർഡാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ലെറ്റർ ഞാൻ എന്ത് കൊടുത്തു? ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്റർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയായിരിക്കണം രണ്ടാമത്തെ നെയിമിംഗ് കൺവെൻഷൻ. അതായത് ഓൾ ക്ലാസ്സസ് ആൻഡ് ഇൻ്റർഫേസസ് സ്റ്റാർട്ട് വിത്ത് എ ലീഡിംഗ് അപ്പർ കേസ് ലെറ്റർ ആൻഡ് ഈച്ച് സബ്സിക്വൻറ്റ് വേർഡ് വിത്ത് എ ലീഡിംഗ് അപ്പർ കേസ് ലെറ്റർ. ഓക്കെ, ആദ്യത്തെ ലെറ്റർ, അതോടൊപ്പം തന്നെ അടുത്ത വരുന്ന സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന അടുത്ത വേർഡുകളുടെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് അപ്പർ കേസ് ലെറ്റർ ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത് വേരിയബിൾസ് ദാറ്റ് റെപ്രസെൻറ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് യൂസ് ഓൾ അപ്പർ കേസ് ലെറ്റേഴ്സ് ആൻഡ് അണ്ടർസ്കോർസ് ബിറ്റ്വീൻ വേർഡ്സ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഓക്കെ എല്ലാം അപ്പർ കേസ് ലെറ്റർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അങ്ങനെ വരുന്ന 2 വേർഡുകൾ വരുവാണെങ്കിൽ ആ 2 വേർഡിനെ കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം?
എന്ത് യൂസ് ചെയ്യണം? നമ്മൾ അണ്ടർസ്കോർ യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിയേ, പ്രിൻസിപ്പിൾ, എമൗണ്ട് രണ്ടും രണ്ട് വേർഡാണ്. ആ രണ്ട് വേർഡിനെ കമ്പൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മളൊരു അണ്ടർസ്കോർ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, അതാണ് മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ റൂൾ എന്താണ്? വേരിയബിൾസ് ദാറ്റ് റെപ്രസെൻറ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് യൂസ് ഓൾ അപ്പർ കേസ് ലെറ്റേഴ്സ് ആൻഡ് അണ്ടർസ്കോർസ് ബിറ്റ്വീൻ വേർഡ്സ്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ കാണിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ആൻഡ് കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? അണ്ടർസ്കോർ യൂസ് ചെയ്യുന്നു. ഇതാണ്. ഇനി ഒരു റൂളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു നെയിമിംഗ് കൺവെൻഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ നെയിമിംഗ് കൺവെൻഷൻ, രണ്ടാമത്തെ, മൂന്നാമത്തത് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നാലാമത്തെ ഒരു നെയിമിംഗ് കൺവെൻഷൻ കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ലാസ്റ്റ് നെയിമിംഗ് കൺവെൻഷൻ ആണ് all private and local variables use only lowercase letters combined with the underscores. എല്ലാ പ്രൈവറ്റ് ലോക്കൽ വേരിയബിൾസുകളും എന്താ ലോവർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, കമ്പൈൻ വിത്ത് അണ്ടർസ്കോർസ്. എക്സാമ്പിൾ നോക്കിയേ, ഡേ ഓഫ് മന്ത് എന്താണ്? 3 വേർഡാണ്. ആ 3 വേർഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്തു? അണ്ടർസ്കോർ നമ്മൾ യൂസ് ചെയ്തു. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ളയും ലോക്കൽ വേരിയബിൾസുകളെയും നമ്മൾ എന്താക്കി കാണിക്കുന്നു? ലോവർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കാണിക്കുന്നു, കമ്പൈൻ വിത്ത് അണ്ടർസ്കോർസ്. അതാണ് ഡേ അണ്ടർസ്കോർ, ഓഫ് അണ്ടർസ്കോർ, മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 നെയിമിംഗ് കൺവെൻഷൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ടോക്കൺസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ടോക്കൺസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ടോക്കൺസ് ജാവ എക്സ്പ്രഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സും കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് ഉണ്ട്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, സെപ്പറേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്, ഒരു കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ് കീവേഡ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം എന്താണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പഠിച്ചു. ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ നെയിമിംഗ് കൺവെൻഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രോഗ്രാമിംഗ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ബാക്കി ടോക്കൺസ് കൂടെ നമുക്ക് പഠിക്കാം.